പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു ഈ ഒരു മനോഹരമായ സങ്കീർത്തന ഭാഗം. ഹല്ലേലൂയ. ഞാൻ ചില സമയം സോഫയിലൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചങ്ങിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവാത്മാവ് ഹല്ലേലൂയ അതിന് തക്കതായ ഒരു സങ്കീർത്തന ഭാഗം കൊണ്ടുവന്നു ഹല്ലേലൂയ എൻ്റെ മുന്നിൽ കൊണ്ടുവരും. സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. എന്നാൽ അത് വായിച്ചു കഴിയുമ്പോൾ വളരെയേറെ സമാധാനം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന് മനസ്സിനെല്ലാം ഒരു സമാധാനം ഉണ്ടാകുന്ന അവസരം പലപ്പോഴും ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ അടുത്ത സമയത്ത് ഇരുന്നപ്പോഴാണ് ഈ വചനഭാഗം എൻ്റെ മുന്നിൽ കൊണ്ട് നമ്മൾ വായിക്കുന്ന വചനഭാഗമാണ് ഓരോ ദിവസം റുട്ടീൻ പ്രോസസ്സ് പോലെ പലപ്പോഴും. പക്ഷെ എന്നാൽ നമ്മൾ ചില സമയം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഓരോ അവസ്ഥകൾ വരും നമ്മുടെ ജീവിതത്തിൽ. അന്നേരമാണ് നമ്മൾ ഇതിനെ ശക്തമായിട്ട് നമ്മൾ ഇൻ ഡെപ്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഇത് ദാവീദിന് ഒരു യഥാർത്ഥ ദൈവഭക്തന്റെ ഹല്ലേലൂയ സ്തോത്രം അനുഭവത്തെ ചൂണ്ടിക്കാട്ടിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. സ്തോത്രം ചെയ്യുന്നത് ഇത് എഴുതിയത് താൻ പാട്ടുപാടി എഴുതിയതായിട്ടാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നത് തന്ത്രിനാദത്തോടെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദാവീദിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കിന്നരമായിരുന്നു അല്ലെ. ഹല്ലേലൂയ. താൻ പാട്ട് പാടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അത്. കിന്നരം എന്ന് പറയുന്നത് 7 സ്ട്രിങ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ്. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. പല പാട്ടുകൾ ദാവീദ് കിന്നരം കൊണ്ട് പാടിയിട്ടുണ്ട്. ഈ വചനത്തിൽ നമ്മൾ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞ് പല നമ്മൾ വായിക്കും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇതിന്റെ ഈ സങ്കീർത്തന ഭാഗത്തില് ദാവീദ് തന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പല സമയങ്ങളിൽ താൻ അനുഭവിച്ച പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടതകൾ, ഇതിനൊക്കെ ദൈവം അത്ഭുതമാണ് ദാവീദിനെ നടത്തിയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഓരോ സങ്കീർത്തന ഭാഗം നമ്മൾ വായിക്കുമ്പോഴും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഇതിനെ കാണിച്ചിരിക്കുന്നത് ദൈവം തന്റെ പ്രാർത്ഥന കേട്ടതിന്റെ ആസ്പദമാക്കിയാണ് ഈ സങ്കീർത്തന ഭാഗം പറഞ്ഞിരിക്കുന്നത്. അതിനാദ്യം പറഞ്ഞിരിക്കുന്നത് ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്തോ ഈ നിലവിളി. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ നിലവിളിക്കുമോ? നമ്മൾ ഹല്ലേലൂയ. ഞാൻ നിലവിളിക്കും ചില സമയങ്ങളിൽ. ഹല്ലേലൂയ. നിലവിളി എന്ന് പറഞ്ഞാല് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ കൂടുതലായ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ആരെങ്കിലും നിലവിളിക്കും. സ്തോത്രം ചെയ്യുന്നത് അത് എത്ര ശക്തമാനായ ഒരു വ്യക്തിയാണെങ്കിലും നിലവിളിച്ചു പോകും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. വേദന കൊണ്ട് നിലവിളിക്കും അല്ലെ. ഞാൻ ചില സമയം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ എന്തോ എടുക്കും ഞാൻ. ഹല്ലേലൂയ. എനിക്കിത് കൂടുതൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചില സമയങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ. നമ്മൾ നിലവിളിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിന് ഉത്തരം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് പറഞ്ഞിരിക്കും ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ദാവീദ് ഏതൊരു അവസ്ഥയിലാണെന്ന് ഇതിനകത്ത് പറയുന്നില്ല. എനിക്ക് അത് നോക്കിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ താൻ ഏതൊരു അവസ്ഥയിലായിരുന്നോ, താൻ നിലവിളിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ നിലവിളിക്കുന്ന ഒരു അവസ്ഥയിൽ വന്നപ്പോൾ തന്റെ മുന്നിലുള്ള ഒറ്റ ഒരു വഴി എന്ന് പറഞ്ഞ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ വിടുതല അല്ലേ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പം പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ആയിരുന്നില്ല. ഞാനൊരു സാധാരണ പെന്തക്കോസ്തുകാർ പോകുന്ന രീതി എന്ന് പറയുന്നത്, എന്റെ അനുഭവത്തിൽ ഞാനിപ്പം വന്നിട്ട് 32 വർഷമായി. ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവൻ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ 5-6 വർഷം മുമ്പ് വരെ ഞാൻ നോർമലി ഒരു റുട്ടീൻ പോലെ ചർച്ചയിൽ പോകും, 2.5 മണിക്കൂർ അവിടെ ഇരിക്കും, അത് കഴിഞ്ഞ് വീട്ടിൽ പോകും. പിന്നെ നോർമൽ ഒരു വൈകുന്നേര സമയങ്ങള് വേദോത്സവം വായിച്ചെങ്കിൽ വായിച്ചു, അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ കൂടെ പെന്തക്കോസ്തുകാർ ആ ഒരു ലൈഫാണ് ഞാൻ മിക്കവാറും കണ്ടിട്ടുള്ളൂ ഇവിടെ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ കഷ്ടതയിലായ ഒരു സമയം, ഞാൻ നിലവിളിക്കേണ്ട വന്നൊരു സമയം ജീവിതത്തിൽ വന്നിരിക്കും. ആ സമയം ദൈവം എന്നോട് പറഞ്ഞു, ഒരു പെന്തക്കോസ്തുകാരന്റെ പ്രാർത്ഥന ഇങ്ങനെയല്ല നിനക്ക് പഠിപ്പിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയല്ല ഒരു പെന്തക്കോസ്തുകാരൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് എന്നോട് പഠിപ്പിച്ചു. ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട രീതി എന്നെ കാണിച്ചപ്പോൾ എന്റെ കണ്ണീന്ന് കണ്ണീര് വരാൻ തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കണ്ണീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ആ പ്രാർത്ഥിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന് എന്നെ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും. എന്റെ മുറിയിൽ, എന്റെ ജോലിയുടെ മുറി പാസ്റ്റർ കണ്ടിട്ടുണ്ട്, എന്റെ ജോലിയുടെ മുറിയിൽ കോർണറിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ബൈബിളോടെ വെച്ചിട്ടുണ്ട്. അന്നേരം എളുപ്പം എനിക്ക് എവിടുന്ന് എഴുന്നേറ്റ് അവിടെ പോയി പ്രാർത്ഥിക്കാം. ഉച്ചയ്ക്ക് ലഞ്ചിന് ഇറങ്ങുന്ന സമയം 1 മണിക്കൂർ അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കും മിക്കവാറും. ഹല്ലേലൂയ.
ചില സമയങ്ങൾ ബിസി ആയിരിക്കും, ചിലപ്പോൾ ആ 10 മണിക്കൂർ എന്നുള്ള 11 മണിക്കൂറായിട്ട് ജോലി അങ്ങ് പോകും, അന്നേരം സമയം കിട്ടത്തില്ല. എന്നാലും മനസ്സിലൊരു ഹൃദയത്തിലൊരു വേദന, ദൈവമേ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, എന്നാൽ എനിക്കൊരു സമയം ഒരുക്കി തരണേ എന്ന് പറഞ്ഞ് പിന്നെ സമയം പോലെ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ മിക്കവാറും ഞാൻ ആ ലഞ്ച് സമയം ആകുമ്പോൾ ഒരു 30 മിനിറ്റ്സ് മിനിമയിലും ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അന്നേരം ആ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗം ഇത്, ഒന്നിത്. പിന്നെ ഒന്ന് സങ്കീർത്തനം 20, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമുള്ള പറയട്ടെ. പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച അത് ഇവിടെ വായിച്ചിരുന്നത്. ഹല്ലേലൂയ. അത് ഭയങ്കരമായ ഒരു വിടുതലാണ്. ഹല്ലേലൂയ. ഈ ഒരു സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഈ സങ്കീർത്തന ഭാഗം നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓരോ വരികൾ നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ ഭയങ്കരമായിട്ട് ഹല്ലേലൂയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോ വരികളാണ്. സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ ഒരു പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. എപ്പോഴാണ് നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ ഞാൻ രാവിലെ 8 മണിയാകുമ്പോൾ വീടിന് വെളിയിൽ ഇറങ്ങി. അന്നേരം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത മൈൻഡ് സെറ്റ് അത് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 2-3 ആഴ്ചയായിട്ട് വീടിന്റെ ഫ്രണ്ടിലെ ഫ്ലവർ ബെഡ് എല്ലാം കാടെല്ലാം കയറി എങ്ങനെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് സമയം കിട്ടുന്നില്ല ചെയ്യാനായിട്ട്. പക്ഷെ ചില സമയം കഴിഞ്ഞ ഒരു 1.5 മാസം നടുവേ ഞാൻ വളരെയധികം ഭാരപ്പെട്ടിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെർപ്പസ്ലി ഹാർഡായിട്ടുള്ള ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നു, റിലാക്സ് ചെയ്യാൻ 1 മാസം. പക്ഷെ എന്നാലും വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ പിന്നെ ഇന്നലെ രാവിലെ 8 മണിക്ക് ഇറങ്ങി, കംപ്ലീറ്റ്ലി ഒരു സൈഡ് മുഴുവൻ ചെയ്തു. 4 മണിക്കൂർ എടുത്തു ഒരു സൈഡ് കംപ്ലീറ്റ് ഫ്ലവർ ബെഡ് മാത്രം ക്ലിയർ ചെയ്യാൻ, അതെല്ലാം പറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്നതാ. ആ 4 മണിക്കൂർ ആ വെയിലത്ത് നിന്ന് പണിത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു അൺകംഫർട്ട്നെസ്, ഹൃദയം എല്ലാം ഒരു ഇടിക്കുന്ന ഫാസ്റ്റായിട്ട് ഹാർട്ട് ബീറ്റും, എനിക്ക് തലയ്ക്കൊരു പെരുപ്പും എല്ലാം വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് വന്ന് എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ചില അവസ്ഥകൾ നമ്മൾ നേരിടുമ്പോൾ ഹല്ലേലൂയ, അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലിയിലായിക്കൊള്ളട്ടെ, ഭൗതികമായ അവസ്ഥ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ വരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആ ഹൃദയം ക്ഷീണിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ ദൈവത്തെ നിലവിളിക്കും. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കാന്ന് പറഞ്ഞു. ഭൂമിയുടെ അറ്റത്ത് എന്ന് പറയുന്നത് ഇവിടെ എൻഡ് ഓഫ് ദ വേൾഡ് അല്ല, ആ പോയിന്റ് അല്ല പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന എബിലിറ്റിയുടെ ആ എഡ്ജിനെ കുറിച്ച് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ ദൈവത്തെ നിലവിളിക്കും, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ ഒരു പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ. അത് ഭയങ്കര ഒരു ഫ്രേസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അത്യുന്നതമായ ഒരു പാറ എന്ന റോക്ക്. പാറ നമ്മുടെ വചനത്തിൽ പാറയെ കുറിച്ച് വളരെ രീതിയിൽ അതിന് ഉപമ കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇവിടെ അത് ഉപമ പറഞ്ഞിരിക്കുന്നത് അത്യുന്നതമായ പാറ എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദാവീദ് തനിക്ക് ഹല്ലേലൂയ തന്റെ ജീവിതത്തില് തനിക്ക് എത്താവുന്ന മാക്സിമം പൊസിഷനിൽ താൻ എത്തി. താൻ രാജാവാ അല്ലേ? പ്രസിഡന്റ് ട്രംപ്, ഇനിയും പ്രസിഡന്റ് ട്രംപിനെ മേളിലോട്ട് എവിടെയും പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഈസ് ഡൺ ദാറ്റ്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ചിന്തിക്കുകയാണ്, എന്നെക്കാൾ മുകളിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്ന കർത്താവ് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് പറയുന്നത്, ഞാനൊരു രാജാവാണ്. ഒരു രാജ്യത്ത് അന്ന് രാജാക്കന്മാരുണ്ട്, അന്ന് പ്രസിഡന്റ് ഒന്നുമില്ല, അന്ന് രാജാവാണ് ഏറ്റവും വലിയ പദവി. എത്താവുന്നതിന്റെ ഏറ്റവും മാക്സിമമായ ലെവൽ എത്തി. എന്നാൽ ഞാൻ ഒന്നുമല്ല അവിടെ എത്തിയിടത്തോളം. പക്ഷെ എന്നെക്കാളും ഉപരിയായ ഒരു സ്ഥലമുണ്ട്, ആ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എന്നാ ദാവീദോട് പ്രാർത്ഥിക്കുന്നത്. ആ പാറയെങ്കിലേക്ക് ദാവീദിന് തന്നെ ചെല്ലുവാൻ പറ്റത്തില്ല. തനിക്ക് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരാൾ കൂടെ വേണം, കർത്താവായ യേശുക്രിസ്തു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരം ആയിരിക്കുന്നത്. സങ്കേതം എന്ന് പറയുന്നത് എന്തോ? ഷെൽട്ടർ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ശത്രു നേരെ ഉറപ്പുള്ള ഗോപുരം, പ്രൊട്ടക്ഷനാണ്. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ എന്നെ കരുതാൻ, എന്നെ കാത്തു പരിപാലിക്കാൻ പറ്റിയ ഒരു ഷെൽട്ടർ, ഒരു സങ്കേതം. ഹല്ലേലൂയ. അതാ ദൈവത്തെ കുറിച്ച് ഇവിടെ കാണിച്ചിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. അവിടെ നീ ഒരു സങ്കേതം നേരെ ഉറപ്പുള്ള ഒരു ഗോപുരമായിരിക്കുന്നല്ലോ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ ചിറകിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ചിറകിൻ മറവിൽ എന്നെ മറച്ചു കൊള്ളണം. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ.
എന്നാൽ ഇവിടെ ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കുന്ന ചിറയും. കൂടാരമുണ്ട്, ഇവിടെ ചിറവുണ്ട്. ഹല്ലേലൂയ. കൂടാരം എന്ന് പറയുമ്പം നമ്മള് ഞാനത് രണ്ട് രീതിയിൽ ഇത് കണ്ടു. സ്തോത്രം ചെയ്യും. നമ്മള് 91:4 വായിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ തൻ ചിറകൻ മറവില് മറയ്ക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മളെ തൻ ചിറകൻ മറവിൽ ഓരോ ദിവസവും മറച്ചുകൊള്ളുന്നത്. സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. കൂടാരത്തിൽ വന്നെങ്കിലേ നമുക്ക് ചിറകൻ മറവിൽ കയറാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. കൂടാരത്തിൽ വന്നില്ലെങ്കിൽ ആ ചിറകൻ മറവിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഏതൊരു അവസ്ഥയിൽ ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഒരു ദൈവവേദലിന്റെ ജീവിതത്തില് ഹല്ലേലൂയ കൂടാരമാകുന്ന ഹല്ലേലൂയ ആ കൂടാരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഹല്ലേലൂയ അവിടെ കർത്താവ് തന്നെ ചിറകൻ മറവിൽ ഹല്ലേലൂയ ആ ദൈവവേദനെ മറച്ചുകൊള്ളും. സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്ന അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നേർച്ചകൾ എന്ന് പറയുന്ന വൗസ, പ്ലെഡ്ജ്, പ്രോമിസ്. നമ്മൾ ദൈവസേനയിൽ എടുക്കുന്ന ഓരോ പ്രോമിസ് ഹല്ലേലൂയ, അത് നമ്മൾ ദൈവസേനയിൽ ദൈവം നമ്മളോട് നമ്മുടെ ദൈവത്തിന് ഓരോ അനുഗ്രഹങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞിട്ട് ഓരോ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ പ്ലെഡ്ജ്, ഓരോ വൗസ് അത് നമ്മൾ ദൈവസേനയിൽ അത് ചെയ്തിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നിന്റെ നാമത്തെ ഭയപ്പെടുന്ന അവകാശം, ഇതൊരു അവകാശം എന്ന് പറയുന്ന ഹെറിറ്റേജ് ആണിത്. ഹല്ലേലൂയ. അത് ഹെറിറ്റേജ് എന്ന് പറയുന്നത് ചുമ്മാതുള്ള ഹെറിറ്റേജ് അല്ല. നിന്റെ നാമത്തെ, ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശമാണ് തന്റെ മക്കളിലേക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ ദാവീദ് രാജാവായിരിക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദാവീദ് വരുമ്പോൾ ദാവീദിന്റെ ആയുസ്സിനെ ഹല്ലേലൂയ ദീർഘമാക്കും. അത് സംവത്സരങ്ങൾ തലമുറയോളം നീണ്ടിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മളിലേക്ക് പകരുന്ന ഒരു ആത്മീയമായ ഒരു കൃപയാണ്. സ്തോത്രം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മള് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സങ്കീർത്തന ഭാഗം എന്ന് പറയുന്നത് വളരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തൊരു സങ്കീർത്തന ഭാഗമാണ് ഇത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മുടെ തലമുറയെ കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാണ്ട് എത്ര നോക്കിയാലും നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ടു പോസിബിൾ. വളരെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം ചെയ്യുന്നത്. എന്നാൽ നമ്മള് ഹല്ലേലൂയ ആ ഒരു ദൈവസേനയിൽ എടുത്തിരിക്കുന്ന ആ ഒരു വാഗ്ദാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ദൈവസേന അത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് അത്ഭുതമായ ഒരു അവകാശം ഹല്ലേലൂയ അത് നമ്മളിലേക്ക് ദൈവം അത് പകരും. സ്തോത്രം ചെയ്യുന്നു. അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരാൻ ഇടയാണ്. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അവൻ എന്നേക്കും ദൈവസേനയിൽ വസിക്കും, അവനെ പരിപാലിക്കേണ്ടതിന് ദൈവം വിശ്വാസം കൽപ്പിക്കണമേ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരാള് എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കുവാൻ ദൈവം ഇടയാക്കും. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ അവനെ പരിപാലിക്കേണ്ടതിന് ദൈവം വിശ്വാസം കൽപ്പിക്കണമേ. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ ക്യാരക്ടർ. നമ്മൾ ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദയ, വിശ്വസ്തത. ദയ എന്ന് പറയുന്നത് കൈൻഡ്നെസ്, വിശ്വസ്തത ഹല്ലേലൂയ, ഫെയ്ത്ത്ഫുൾനെസ് ഹല്ലേലൂയ, പിന്നെ ഹ്യൂമിലിറ്റി, അനുകമ്പ. സ്തോത്രം ചെയ്യുന്നത് ഇതെല്ലാം കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്വാളിറ്റീസ് ആണ്. ഗ്ലോറി ടു ഗോഡ്. പറഞ്ഞിരിക്കുന്നത് അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തയും കൽപ്പിക്കണമേ. ഹല്ലേലൂയ. ഇതൊരു ദൈവത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ആണ് ഒരു ദൈവത്തിൽ വരേണ്ടത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം ചെയ്യുന്നത് നമ്മള് ഏറ്റവും വലിയ ഒരു കാര്യം ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന താഴ്മയാണ്. ദൈവത്തിന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കാര്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് പോഴുവാനൊന്നും എന്റെ ജീവിതത്തിലില്ല. എനിക്ക് ഹല്ലേലൂയ ഞാൻ സ്വയമേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഞാൻ നേടിയിട്ടില്ല സ്വയമേ. എല്ലാ സകലവും നീ ദാനമാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ അതിലും വ്യത്യസ്തമായിട്ട് ഞാൻ ഇവിടെ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സെൽഫ് പ്രൈഡ് എടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ള ഒരു മെന്റാലിറ്റി ഞാൻ പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അന്നേരം ചിന്തിക്കും ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ഇത്രത്തോളം പിതാവ് നടത്തി. ഹല്ലേലൂയ എനിക്കിതിനകത്ത് ഒന്നും ഹല്ലേലൂയ ഒരു ക്രെഡിറ്റോ ഒരു പ്രൈഡ് ഒന്നും എടുക്കാനില്ല. ബിക്കോസ് ഐ എം നത്തിങ്. ഹല്ലേലൂയ എന്നെ നടത്തുന്ന
വിധങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർ മുമ്പേ പറഞ്ഞു, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ഓരോ അവസ്ഥയിൽ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കും. ഗ്ലോറി ടു ഗോഡ്. എന്റെ ജോലിയിൽ പോലും ഞാൻ അത് കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മൾ പരിശുദ്ധാത്മാവെ ഞാൻ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വെറുതെ ഇരിക്കത്തില്ല, താഴെ ഇറങ്ങി വരും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ മുന്നിൽ ഒരു പ്രോജക്റ്റ് ഇരിക്കുമ്പോൾ എനിക്ക് അന്ന് വേണ്ട ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, ഹല്ലേലൂയ. കാരണം ആ ഒരു ടോട്ടലി ന്യൂ ഏരിയ ആണ്. സ്തോത്രം ചെയ്യുന്നു. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ നമുക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് ഒന്നും എനിക്കിവിടെ കിട്ടിയില്ല. പക്ഷെ അവിടെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബൈബിള് കൊണ്ട് എൻ്റെ ടേബിളെ കൊണ്ട് വെച്ച് ഞാൻ ഒരു ദിവസം ജോലിയിൽ, അന്നേരം ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ അവരിത് കാണും ബൈബിൾ ഇട്ടിരിക്കുന്നത്. അന്നേരം എന്നിട്ട് വന്ന് എൻ്റെ മുഖത്തോടെ നോക്കും, ഓ യു ഗോട്ട് ബൈബിൾ ഓൺ യുവർ ഡെസ്ക്. അന്നേരം ഞാൻ പറയുക, ഐ റീഡ് ഇറ്റ് സം ടൈം. ഹല്ലേലൂയ. അന്നേരം ഞാൻ അതവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവസ്ഥ അങ്ങ് മാറി. കാരണം ഈ ഒരു വിശുദ്ധ വചനം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ആരാ ഉള്ളത്? പരിശുദ്ധാത്മാവ് അവിടെ ഉള്ളത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ എന്നോട് പറയും, കമാൻഡ് മീ, എന്നോട് പറയും ഇന്നത് ചെയ്യാൻ പറയും, എന്നോട് പറയും ഇന്നത് ചെയ്യാൻ പറയും. അത് ആദ്യമൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഹോളി സ്പിരിറ്റ് വാസ് ടോക്കിംഗ് ടു മീ. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനത് ഇഗ്നോർ ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുമായിരുന്നത്. കാര്യം ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. പെന്തക്കോസ്തുകാരനൊക്കെ അതൊക്കെ ശരിയാ, യുനോ. പക്ഷെ ദൈവം എന്നെ ആ പ്രാർത്ഥിക്കുന്ന രീതികളും എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അനുഭവം എന്റെ ജീവിതത്തിൽ വന്നത്. അത് വേറെ സ്റ്റെപ്പാണ് ആ പ്രോസസ്സിന്റെ. ഞാൻ ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇഗ്നോർ ചെയ്ത സമയത്ത് എനിക്ക് അത് വളരെ ഹേർട്ട് ചെയ്ത് തന്നെ, ആ ഒരു സിറ്റുവേഷൻസ് വളരെ എന്നെ ഹേർട്ട് ചെയ്തു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവഞ്ച്വലി എനിക്ക് ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നപ്പോൾ എന്നെ, ഓ ഇത് പരിശുദ്ധാത്മാവാണല്ലോ എന്നോട് സംസാരിക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നിട്ട്, അത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. പിറ്റേ ദിവസം തൊട്ട് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് എന്നോട് പറയുന്ന കാര്യം എക്സാക്ട്ലി അതുപോലെ ഞാൻ ചെയ്യുന്ന 101% ആ പ്രോജക്ട് സക്സസ്. ഓരോന്ന് വൺ ബൈ വൺ. ഹല്ലേലൂയ. അത് കാരണം ഞാൻ ആ കമ്പനിയിൽ ഇപ്പം 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ മാസം 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ റെസിഗ്നേഷൻ കൊടുക്കാൻ പോയത് അവിടെയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ റെസിഗ്നേഷൻ കൊടുക്കാൻ പോയടത്തും ദൈവം എന്നെ 10 വർഷം അവിടെ നിർത്തി. അന്നേരം അവിടെ 6 സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ഉണ്ട് ഈ കമ്പനിക്ക്. ആ 6 സോഫ്റ്റ്വെയർ പ്രോഡക്ട്സും ആ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ ദൈവം എനിക്ക് വഴിവെക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ഹോൾ ഡിപ്പാർട്ട്മെന്റിൽ. ഇത് മുഴുവൻ അറിയാമോ ഒരാൾക്ക്? ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അവർ ചിന്തിക്കും, ഹൗ ഡിഡ് യു ലേൺ ഓൾ ദിസ്? അവന് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. എനിക്ക് ട്രെയിനിങ് ആരും തന്നില്ല അവിടെ. ഞാനത് പഠിച്ചു. ദേ സോ ദാറ്റ്. അന്നേരം ഒരാൾക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സോഫ്റ്റ്വെയറാണ്. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിമിറ്റ്സിൽ മാത്രമേ ആ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്ത് ഒരു ഇത് പോകാൻ പറ്റത്തില്ല. പക്ഷെ അതിനപ്പുറത്തിന്റെ മുകളില് പല ഇതില് എനിക്ക് പോകാൻ പറ്റി. ദൈവം വഴിയൊരുക്കി തന്നു. കാരണം ഞാനിവിടെ വീട്ടിലിരുന്ന് വന്ന് ജോലി ചെയ്യുമായിരുന്നു. ഇതെല്ലാം ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടു തരുന്ന ഓരോ വഴികളാണിത്. ഹല്ലേലൂയ. അന്നേരം എന്റെ മനസ്സിൽ തോന്നും, ഓ കയറി ചുമ്മാ ലോഗിൻ ചെയ്ത് എല്ലാം ഒന്ന് വർക്ക് ചെയ്യാം. ഞാൻ ലോഗിൻ ചെയ്തതിന്റെ കേസസ് ഉണ്ട് ഓരോന്ന് വർക്ക് ചെയ്യുമ്പോൾ. അന്നേരം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഓ ഇതിന് ഇന്ന രീതിയിൽ അത് ചെയ്യണമെങ്കിൽ ഇന്ന രീതിയിലൊരു ഹെൽപ്പ് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഉടനെ ഞാൻ ഫോൺ എടുത്ത് നൈറ്റ് ഷിഫ്റ്റിനെ വിളിക്കും. നൈറ്റ് ഷിഫ്റ്റിൽ അധികം പേര് ജോലി ചെയ്യുന്നില്ല, എന്നാൽ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഒരാളോട് സംസാരിക്കാനൊക്കെ. ഞാൻ നൈറ്റ് ഷിഫ്റ്റിനെ വിളിക്കുമ്പം നൈറ്റ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നല്ല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതിനേക്കാൾ ഒത്തിരി സീനിയേഴ്സ് അവർ. ഞാൻ അവിടെ കയറിയപ്പം അതിലും 7-6 വർഷം മുമ്പ് അവിടെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ദൈവം അവരുടെ മനസ്സോട് ശക്തമാമൻ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ എന്നെ അവർ പഠിപ്പിച്ച് കംപ്ലീറ്റ്ലി നൈറ്റ് ഷിഫ്റ്റിൽ. അന്നേരം എന്നോട് സൂപ്പർവൈസർ വന്ന് ചോദിച്ചു, നീ എത്ര മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ ആഴ്ച? ഞാൻ പറഞ്ഞു, ഞാൻ 40. നീ 85 hours ചെയ്തോ? ഞാൻ ചോദിച്ചു, ഹൗ ഡു യു നോ? പറഞ്ഞു, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് സൂപ്പർവൈസർ, ഐ നോ ദാറ്റ്, ഐ മോണിറ്റർ എവറി ആക്ടിവിറ്റി. അത് എന്നോട് പറഞ്ഞതിന് കാരണം, നീ ഓവർവെൽഡ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് തന്നെ വിളിച്ചപേക്ഷിക്കും. അതായത് ഓവർവെൽഡ് ആകുന്ന സമയമാണ്. അതിനോട് അതാ പറഞ്ഞേ. ഞാൻ അവനോട് പറഞ്ഞു, നോ, ഐ നെവർ ഗെറ്റ് ഓവർവെൽഡ്. അങ്ങനെ ആകുവാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം. ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ് നൗ, സോ ലെറ്റ് മീ കണ്ടിന്യൂ വാട്ട് ഐ എം ഡൂയിങ്. അപ്പം പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ഹി വാസ് എ ഗുഡ്, നല്ലൊരു മനുഷ്യനായിരുന്നു, വെളുമ്പനായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. പാട്രിക് എന്നാണ് പേര്. ഇപ്പോഴും കമ്പനിയിലില്ല. സോ ദേ ലെറ്റ് ഹിം ഗോ.
അവന് നോർത്ത് കരോളൈനയിൽ അവിടെ ഒരു കോളേജിന്റെ കമ്മ്യൂണിറ്റി കോളേജിന്റെ അഡ്വൈസറായിട്ട് അവന് ജോലിയാണ്. പക്ഷെ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിനിലൊക്കെ എനിക്ക് കമന്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും. കാരണം ആ ഒരു മനുഷ്യൻ ബൈബിൾ കൊണ്ട് അവിടെ വന്നോണ്ടിരുന്നത്. ലഞ്ചിന് ചെല്ലുമ്പോൾ ബ്രേക്ക് റൂമിൽ ഇത് ബൈബിൾ വായിച്ചിട്ട് ആരും കഴിക്കത്തുള്ളൂ. എനിക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ആ ഒരു എനിക്കെതിരെ നിന്ന ഒരു വ്യക്തിയെ ദൈവം അവിടുന്ന് മാറ്റിയിട്ട് ഈ ഒരാളിനെ അവിടെ കൊണ്ടുവന്ന സ്ഥാനത്ത്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയില്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. 3 ദിവസം കൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ റെസിഗ്നേഷൻ കൊടുക്കാൻ പോയതാ. അവിടുന്ന് ദൈവം അവിടെ നിർത്തി. വ്യാഴം, വെള്ളി, ശനി, ഞായർ, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച രാവിലെ ഞാൻ അവിടെ 9 ആയപ്പം ഞങ്ങളൊരു എമർജൻസി മീറ്റിങ്ങിന് കോൺഫറൻസ് റൂമിൽ വിളിച്ചു. ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇന്ന ആളിനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് എനിക്ക് അത്രയും ഹാർഡ് ടൈം തന്ന വ്യക്തിയെ ഞാൻ ആ കരഞ്ഞ് പ്രാർത്ഥിച്ച 3 ദിവസം. ദൈവത്തിന്റെ ഭയങ്കര പ്രവൃത്തിയാണ് പറഞ്ഞത്. പോയി കഴിഞ്ഞാൽ അടുത്ത ആള് വന്ന് ഞാൻ പറഞ്ഞു, പാട്രിക് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പാട്രിക് കേട്ടോ. പക്ഷെ ഒരു ദൈവവേദന നമ്മുടെ കൂടെ വരുമ്പോൾ അതിന്റെ വ്യത്യാസം അവിടെ സംഭവിക്കും. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഈ വചനഭാഗം വായിക്കുമ്പോൾ, ഓരോ ലൈൻസ് വായിക്കുമ്പോഴും ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ അത്ഭുതങ്ങൾ ഇതിനകത്ത് വർണ്ണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഇതാണ് എനിക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. അവൻ എന്നേക്കും ദൈവസ്ഥനിൽ വസിക്കും, അവനെ പരിപാലിക്കണം, ദയയും വിശ്വാസതയും കൽപ്പിക്കണമേ. ഹല്ലേലൂയ. വളരെ ചുരുക്കം വളരെ ചുരുക്കം വിശ്വാസികളെ ഞാൻ ഈ ക്വാളിറ്റീസ് ഞാൻ കണ്ടിട്ടുള്ളൂ. സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. എന്നാൽ അത് വലിയൊരു വിടുതലല്ലേ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഒരു ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിലുള്ളത്, ദയ, വിശ്വസ്തത, അനുകമ്പ, കൺസിഡറിങ് അതേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് തന്നെ അത് വലിയൊരു വിടുതല എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ തോന്നുന്നത്. സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. എൻ്റെ ലാസ്റ്റ് പറഞ്ഞു, അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിടുതലുകൾ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നതിനാൽ ഹല്ലേലൂയ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും. സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ഒന്നും 2 ദിവസമല്ല പറയുന്നത്, ആസ് ലോങ് ആസ് യു ലിവ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നാൾ വരെയും ഹല്ലേലൂയ നമ്മൾ കർത്താവിനെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഹല്ലേലൂയ നേർച്ചകളെ നാൾത്തോറും നമ്മൾ കഴിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് ഓരോ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അവര് പറയുന്നു, എനിക്ക് വയ്യ, ഞാൻ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനെ കിടന്ന് നീറുന്നേ? ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാരം ദൈവത്തിന്റെ കരയിൽ കൊടുക്കാൻ എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊടുക്കാന്ന് പറയുന്നത് ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുക. കൊടുത്ത് കഴിയുമ്പോൾ അത്ഭുതമായ ഒരു വിടുതല ദൈവം ഹല്ലേലൂയ ആ വിഷയങ്ങൾക്ക് ദൈവം തരും. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ ചിറകിൻ മറവിൽ ഹല്ലേലൂയ നമുക്ക് ഓരോ ദിവസം നമ്മളെ തന്നെ ഹല്ലേലൂയ അതിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് അഭയം തേടി ഒരു ഷെൽട്ടറാണ്. ഹല്ലേലൂയ. ലോർഡ് ഇസ് മൈ ഹല്ലേലൂയ. ഹീസ് എ ഷെൽട്ടർ ആൻഡ് ഓൾസോ ഹീസ് എ സ്ട്രെങ്ത്. ശക്തിയുമാണ് ഹല്ലേലൂയ. അതേസമയം ഹല്ലേലൂയ ഹീസ് ഓൾസോ ഷെൽട്ടർ. ഹല്ലേലൂയ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ സങ്കേതം കൂടാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഓൾസോ ഈസ് എ പ്രൊട്ടക്ടർ. ഹല്ലേലൂയ. ആ ഷെൽട്ടറിൽ കയറി കഴിയുമ്പോൾ ഹല്ലേലൂയ we will be under his protection. ഹല്ലേലൂയ. ആ ചിറകിൻ മറവിൽ ദൈവം നമ്മളെ മറച്ചുകൊള്ളും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്.